അവിടെ ഒച്ച ഉണ്ടാക്കരുത്. ഹലോ Sir. ഗുഡ് ഈവനിങ്. Good evening, sir. തുടങ്ങാം. Okay, sir. നമ്മൾ ലാസ്റ്റ് വേർബ്സ് ആൻഡ് പ്രിപ്പോസിഷൻ എടുത്തല്ലേ? I did, sir. അല്ലേ? നമ്മൾ ലാസ്റ്റ് എടുത്ത് ഫോർ എടുത്തല്ലേ? വേർബ്സ് വിത്ത് ഫോർ, അതുപോലെ വേർബ്സ് വിത്ത് ഫ്രം എഴുതിയില്ല. പിന്നെ എന്താ എഴുതിയ? വേർബ്സ് വിത്ത് ഇൻ അല്ലേ? ഇൻ വരെ എഴുതി അല്ലേ? അപ്പൊ യു ഹാവ് ടു വർക്ക് ഹാർഡ് ഇഫ് യു വാണ്ട് ടു സക്സീഡ് ഇൻ ലൈഫ്. അന്നേരം നമ്മൾ എന്തോ പിന്നെ എന്റെ അഡ്വൈസ് കേട്ട് നിങ്ങൾ ആദ്യം അൺകോൺഷ്യസ് ആയത്. മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നു അപ്പത്തേനും മോട്ടിവേറ്റഡ് അല്ലേ? എന്താ ലാസ്റ്റ്? ഓക്കെ, അത് ലാസ്റ്റ് എടുത്തല്ലേ? യു ഹാവ് ടു വർക്ക് ഹാർഡ് ഇഫ് യു വാണ്ട് ടു സക്സീഡ് ഇൻ ലൈഫ്. ആടെയാണ് നമ്മൾ എന്തോ കുറച്ച് ഇതെല്ലാം തന്നെ മോട്ടിവേറ്റ്, അധികം മോട്ടിവേഷൻ കിട്ടിയിട്ട് ഭയങ്കര ഇതായിപ്പോയി അല്ലേ? അടുത്ത എഴുതേ, അടുത്ത വേർബ്സ് വിത്ത് ഓഫ്. എഴുതിയാ? എവിടെ വീഡിയോ ഓണല്ലേ? എന്റെ കാണുന്നില്ലേ? വീഡിയോ കാണുന്നില്ലേ? ഓക്കെ ഓക്കെ, ശരി. പിന്നെ വേർബ്സ് വിത്ത് ഓഫ്. അപ്പൊ എല്ലാം ക്ലിയർ, എല്ലാം ഡൗട്ട് എല്ലാം ക്ലിയർ ആയില്ലേ? കഴിഞ്ഞ ആഴ്ചത്തെ എല്ലാം എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നെല്ലാം മനസ്സിലായില്ലേ? അല്ല, കഴിഞ്ഞ ആഴ്ച എല്ലാം ഡൗട്ട് എല്ലാം ക്ലിയർ ആകില്ലേ? എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? Last class we were talking about hospital administration, right? അല്ലേ? ഓക്കെ. ഗ്രൂപ്പിൽ. ഓക്കെ. പിന്നെ ഓക്കെ, വേർബ്സ് വിത്ത് ഓഫ്. ഓക്കെ, എക്സാമ്പിൾ ചെയ്ത ഐ ഡോണ്ട് അപ്രൂവ് ഓഫ്. Hunting animals. I don't approve of hunting animals. ആനിമൽസ് എഴുതില്ല? അവിടെ കുറച്ചില്ലോ ഇതായിട്ട് കിട്ടുന്നത്, വോയിസ് ഒരു ഇത് കിട്ടുന്നില്ല അല്ലെ? ഒരു കട്ടായിട്ട് കേൾക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയറാ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക്? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ. നോക്ക്, ഐ ഡോണ്ട് അപ്രൂവ് ഓഫ് ഹണ്ടിങ് ആനിമൽസ് ഫോർ ഇതില്ലേ? ഫോർ ദെയർ. ദെയർ എന്ന് പറഞ്ഞാൽ THEIR ആണ്. ദെയർ അവരുടെ. ഫോർ ദെയർ ഫുർ FUR. എന്നറിയാം, തുകല് അല്ലെങ്കിൽ രോമനെല്ലാം പറയുന്നത്. തുകലിനും പറ്റി നമ്മൾ ഹണ്ട് ചെയ്യുന്നില്ലേ ആനിമൽസിനാ? നമ്മൾ തുകലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിനെല്ലാം വേണ്ടിയിട്ട് ഹണ്ട് ചെയ്യുന്നില്ലേ? അപ്പൊ ഞാൻ അപ്രൂവ് ചെയ്യില്ല. ഐ ഡോണ്ട് അപ്രൂവ് ഓഫ് ഹണ്ടിങ് ആനിമൽസ് ഫോർ ദെയർ ഫുർ. എഴുതിയാ? ഇനി അടുത്ത എക്സാമ്പിൾ.
അടുത്ത എക്സാമ്പിൾ, our dog died of old age. Our dog died of old age. അന്ന് എന്റെ ഡോഗ് ഇതെന്ന് വയസ്സായിട്ട് മരിച്ചില്ലേ? എന്തുകൊണ്ടാ ഡൈഡ് ഓഫ്? എന്ത് കാരണം കൊണ്ട്? ഓൾഡ് ഏജ് കാരണം. ഇനി അടുത്ത എക്സാമ്പിൾ, ദിസ് ഷാംപൂ smells 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 of bananas. This shampoo smells of bananas. സർ ഫസ്റ്റത്തേതൊന്നും കൂടി പറഞ്ഞുതരുമോ? ഇത് I don't approve of അല്ലേ? I don't approve of hunting അതല്ലേ? ഹണ്ടിങ് ആനിമൽസ് വരെ കിട്ടി. അത് കഴിഞ്ഞിട്ട് for their ആണ് അവരുടെ അർത്ഥം വരുന്നില്ലേ? their FUR എന്ന ഫുർ എന്ന് പറയും. നമ്മളിപ്പോ തുകലില്ലേ, തുകല് അല്ലെങ്കിൽ രോമത്തിന് വേണ്ടി ഹണ്ട് ചെയ്യുന്നില്ലേ ആനിമൽസിന്? FUR എന്നാണ്. FUR. അത് പ്രൊണൗൺസിയേഷൻ പറയത്തുണ്ട്. ചില ആൾ ഫർ എന്ന് പറയും, അല്ലെ ഫുർ എന്ന് പറയും, അങ്ങനെയെല്ലാം പറയും. ഓക്കെ, it's not important for the pronunciation, but you have to understand what I mean. Okay, ഞാൻ വലിയ ശശി തരൂരൊന്നുമല്ല. പ്രൊണൗൺസിയേഷൻ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവേ, പക്ഷെ I think you can understand what I mean. ഓക്കെ, ചില ആൾക്കാരുടെ ചില സ്കൂൾ നമ്മുടെ പിന്നെ ചില ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് നമ്മൾ പറയുന്നത് എന്താ പറയാ, കങ്കാരു, മലയാളത്തിൽ കങ്കാരു. അപ്പൊ ഇംഗ്ലീഷ് നിങ്ങൾ എന്താ പറയുന്നത്? കങ്കാരു. അപ്പൊ ചില സ്കൂളിൽ നിന്ന് പറഞ്ഞു കൊടുക്കും. പറയാ, എന്നോടൊരു കുട്ടി പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാ, അവളെ മോള് പഠിക്കുന്നത് ഒരു സെന്റ് ജോസ് ഏതോ സ്കൂളിലാണ്. അപ്പൊ അവരോട് നമ്മൾ കങ്കാരു എന്ന് പറഞ്ഞേ, നമ്മൾ സാധാരണ ഞാൻ ഇവരെല്ലാം പറയുന്ന കേട്ടാൽ നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷ്, സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഇംഗ്ലീഷ് പറഞ്ഞേരം അവരെ മോള് ആടുന്ന് എന്നോട് പറഞ്ഞു, സാറേ അവര് കുട്ടിക്ക് എന്റെ മോൾക്ക് സ്കൂളിൽ നിന്ന് പറഞ്ഞു കൊടുത്തത് കാംഗ്രൂ. കാംഗ്രൂ, അതെ, നമ്മൾ പറയുന്ന കങ്കാരു, അതാ സംഭവം. പ്രൊണൗൺസിയേഷൻ ഇറ്റ് വിൽ ബി ഡിഫറെന്റ്, ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ് വേർഡ്. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. പോരെ, അങ്ങനെ പോരെ, അത്ര പോരെ? എന്നിട്ട് അടുത്ത എക്സാമ്പിൾ, ദിസ് ഷാംപൂ സ്മെൽസ് ഓഫ് ബനാനസ്. എഴുതിയില്ലേ? സ്മെൽസ് ഓഫ് ബനാനസ്. അപ്പൊ നമ്മൾ ഈ ഷാംപൂ ബനാനന്റെ സ്മെല്ലില്ലേ, അപ്പൊ നമ്മൾ ആ സ്മെൽസിലെ വേർബ് അതിന്റെ കൂടെ ഓഫ് നില പ്രിപ്പോസിഷൻ വന്നു. ഓക്കെ, ഇനി അടുത്തത് വേർബ്സ് വിത്ത് ഓൺ. വേർബ്സ് വിത്ത് ഓൺ അതില്ലേ? their decision will their 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 decision will depend on the their decision will depend on the test results. Their decision will depend on the test results. മനസ്സിലായില്ലേ? എന്നാ അവരെ തീരുമാനം ഏതിനെ അനുസരിച്ചിട്ടാണ് എടുക്കുക? അവരെ ടെസ്റ്റ് റിസൾട്ട്സിനെ അനുസരിച്ചിട്ടാണ് അവരെ ഡിസിഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് the film is did you write? Yes sir. Okay, next example, the film is based on
ആ The novel, based on the novel. The film is based on the novel by BY. The film is based on the novel by. You can write any novelist, your own. Any novelist ne പേര് എഴുതിക്കോ പറയുന്നത്. ആരും പേര് എഴുതിയാൽ മതി, ഇപ്പം എന്തെങ്കിലും എഴുതിയാൽ മതി. The film is based on the novel by any novelist. You can write any novelist name. എന്തെങ്കിലും എഴുതിയാൽ മതി, ജസ്റ്റ് അറിയുകൊണ്ടത്. ഓക്കെ ആ ഓക്കെ. ഇനി അടുത്ത എക്സാമ്പിൾ. If you make so much noise, if you make so much noise, if you make so much noise, ഉം. comma, I can't concentrate, I can't concentrate സർ ഒന്നുകൂടി പറയോ, കട്ടായിട്ട് if you, ക്ലിയർ ആണ്. നോക്കട്ടെ, if you make so much noise, comma, I can't concentrate on my work. എഴുതിയാ? യെസ് സർ. എടാ, എത്ര ആൾ ഇന്ന് അവൈലബിൾ ആണ്? ഇന്ന് എത്ര ആൾക്കാരുണ്ട്? രണ്ടാളല്ലേ? അല്ലെങ്കിൽ ആസ് യൂഷ്വൽ, അല്ലെങ്കിൽ കുറച്ചാൾ അധികം ഉണ്ടാ? 4 പേര്. ആ, വെരി ഗുഡ്. മാറ്റമുണ്ടല്ലേ? ഓക്കെ. ഇന്ന് നാളെയില്ലേ? എപ്പോഴെങ്കിലും ഈ ഫുള്ള് സ്ട്രെങ്ത്തിൽ ഉണ്ടാവോ ഇവിടെ ക്ലാസ്സിൽ? ആരെങ്കിലും ഫുൾ സ്ട്രെങ്ത് എല്ലാവരും 8 ആളെ 6 ആളൊക്കെ ഉണ്ട്? അത് എപ്പോഴും ഉണ്ടാവോ? ഇല്ല സർ. ഡു യു ബിലീവ് ദാറ്റ്? ഇല്ല. ഡു യു തിങ്ക്? നോ സർ. നോ, ഉണ്ടാവില്ല അല്ലേ? ഉണ്ടാവില്ല. ഓക്കെ, ഇന്ന് 4 ആളുണ്ട്. ഓക്കെ, ഗുഡ്. അടുത്തത് കമോൺ. കം ഓൺ ചെയ്തേ. കം ഓൺ, എന്നിട്ട് ആഫ്റ്റർ ദാറ്റ് യു ജസ്റ്റ് പുട്ട് എക്സ്ക്ലമേഷൻ മാർക്ക്. കം ഓൺ. കം ഓൺ. വി ആർ റിലയിങ് ഓൺ യു. വി ആർ റിലയിങ്. റിലയിങ് ഡിപ്പെൻഡ് പോലെ തന്നെ. RELYING. റിലയിങ് ഓൺ യു. നമ്മൾ സാധാരണ പറയില്ല, നമ്മളെ നിങ്ങൾ കമോൺ, നമ്മൾ നിങ്ങളെല്ലാം ആശ്രയിച്ചിട്ട് നിൽക്കുന്നെല്ലാം പറയുന്നില്ലേ? അതാണ് സംഭവം. കമോൺ, വി ആർ റിയലിങ് ഓൺ യു. രണ്ട് സ്ഥലത്തും എൻഡ് ഓഫ് ദി സെന്റൻസ് യു ഹാവ് ടു പുട്ട് എക്സ്ക്ലമേഷൻ മാർക്ക്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, നമ്മളിപ്പോ ഇവിടെ കേൾക്കുന്നുണ്ടാ? നോക്കേ, നമ്മൾ കമോൺ എഴുതിയില്ലേ? കമോൺ എഴുതിയിട്ട് ഐ ടോൾഡ് യു ദാറ്റ് യു ജസ്റ്റ് പുട്ട് എക്സ്ക്ലമേഷൻ മാർക്ക് ആഫ്റ്റർ ദ സെന്റൻസ്. കമോൺ, എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടേ. എക്സ്ക്ലമേഷൻ മാർക്ക് കഴിഞ്ഞിട്ട് അടുത്ത സെന്റൻസ് എഴുതുമ്പോൾ യു ഹാവ് ടു റൈറ്റ് എ ക്യാപിറ്റൽ ലെറ്റർ. കേട്ടാ? എഴുതിയില്ലേ? എങ്ങനെയാണെന്നറിയാം? നമ്മൾ എക്സ്ക്ലമേഷൻ, ആഫ്റ്റർ എക്സ്ക്ലമേഷൻ മാർക്ക്, ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് എ സെന്റൻസ്, യു മസ്റ്റ് റൈറ്റ് ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ? കമോൺ എന്നിട്ട് എക്സ്ക്ലമേഷൻ മാർക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്ത്, പിന്നെ വിന്ന് എഴുതുന്ന VW ക്യാപിറ്റൽ ചെയ്താണ് കേട്ടോ. വി ആർ റിലയിങ് ഓൺ യു. എന്നിട്ട് ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു പുട്ട് അഗൈൻ വൺ എക്സ്ക്ലമേഷൻ മാർക്ക്. എഴുതിയില്ലേ? അടുത്ത എക്സാമ്പിൾ. വി ഡോണ്ട് എഗ്രി ഓൺ എനിത്തിങ്. We don't agree on anything. We don't agree on anything. But we are still good friends. We don't agree on anything, but we are still good friends. അതിന്റെ അർത്ഥം എന്നാ മീനിങ് ഇതിന്റെ? എന്താ പറഞ്ഞ ഒന്നും കേട്ടില്ല. പറഞ്ഞടാ. വി ഡോണ്ട് അല്ലേ? വി ആർ റിലയിങ് ഓൺ യു ആണ്. അങ്ങനെ പറയാം. അതില് അത് ഒന്നും കേട്ടില്ല. കമോൺ എന്ന് പറഞ്ഞിട്ട് കമോൺ എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട്.
അത് റിലൈങ് ഓൺ യു വരെ എഴുതി അപ്പത്തേനും നെറ്റ് കട്ടായി പോയി. അതെ എന്നാണ് കമോൺ കഴിഞ്ഞിട്ടാകുമ്പോൾ കമോൺ കഴിഞ്ഞിട്ട് എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടിട്ട് നെക്സ്റ്റ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്യാപിറ്റൽ എഴുതുന്ന പറഞ്ഞത്. ആഫ്റ്റർ എക്സ്ക്ലമേഷൻ മാർക്ക് യു ഹാവ് ട്രൈ ക്യാപിറ്റൽ ലെറ്റർ. ആ അത് അത് എഴുതാനാ. എപ്പോ നോക്കണേ ശ്രദ്ധിക്കണേ. അതെ അങ്ങനെയല്ല ശ്രദ്ധിക്കണെന്ന് വെച്ചാല് നമ്മൾ കമോൺ കഴിഞ്ഞിട്ട് എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട് എന്നിട്ട് നെക്സ്റ്റ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ക്യാപിറ്റൽ എഴുതണം. എക്സ്ക്ലമേഷൻ മാർക്ക് ക്വസ്റ്റ്യൻ മാർക്കിലും കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാപിറ്റൽ എഴുതണ്ടേ കേട്ടോ. ആ നമ്മളന്ന് ക്യാപിറ്റൽ ലെറ്റേഴ്സ് അപ്പോസ്ട്രോഫി പറഞ്ഞില്ല, അതിലുണ്ടല്ലോ, അതിലുണ്ടാവും ഇവിടെ നോക്കാം. വി ആർ റിലൈങ് ഓൺ യു എഴുതിയില്ലേ. ആ. ഇനി അടുത്ത എക്സാമ്പിൾ അല്ല അടുത്ത സെന്റൻസ്. വി ഡോണ്ട് എഗ്രി ഓൺ എനിത്തിങ്. വി ഡോണ്ട് എഗ്രി ഓൺ എനിത്തിങ്. വി ഡോണ്ട് എഗ്രി ഓൺ എനിത്തിങ്. വി ഡോണ്ട് എഗ്രി ഓൺ എനിത്തിങ് എഴുതിയില്ലേ. ബട്ട് വി ആർ സ്റ്റിൽ ഗുഡ് ഫ്രണ്ട്സ്. ബട്ട് വി ആർ സ്റ്റിൽ ഗുഡ് ഫ്രണ്ട്സ്. ഇതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ ഒരു കാര്യത്തിൽ എഗ്രി ചെയ്യില്ലെങ്കിലും ഞങ്ങൾ നല്ല ഗുഡ് ഫ്രണ്ട്സ് ആണ്. അതെ നമ്മളിപ്പോ പറഞ്ഞു ചില ആൾക്കാരുണ്ട് ഭയങ്കര ഇപ്പൊ പൊളിറ്റിക്സ് നോക്കി ഡിഫറെന്റ് പൊളിറ്റിക്സ് ആയിരിക്കും അവരുണ്ടാവും. പക്ഷെ എന്നാൽ ഭയങ്കര ഫ്രണ്ട്സും ആയിരിക്കും. അതിന് ആർഗ്യം ചെയ്യും, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്നാലും അവര് ചില കാര്യത്തിൽ പരസ്പരം ഒന്നും പരസ്പരം ഇതാടില്ല, എഗ്രി ചെയ്യൂല. പക്ഷെ എന്നാലും അവരെന്നാ ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും. ഓക്കെ. അടുത്തത് വേർബ്സ് വിത്ത് ടു. വേർബ്സ് വിത്ത് ടു. അതെ. വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക്. വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക്. വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക്. ഡു യു ലൈക്ക് ലിസണിങ് ടു. എന്താ പറഞ്ഞത്? ഏതാണ് ഏതുകൊണ്ടേ? കുറച്ച് മുമ്പ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കേട്ടില്ല. അല്ല, വി ഡോണ്ട് എഗ്രി ഓൺ എനിത്തിങ് അതല്ലേ. അല്ല, അതിനു മുൻപ് അതിനു മുമ്പ് കമോൺ എക്സ്ക്ലമേഷൻ മാർക്ക് ആ വി ആർ അതെ. റിലൈങ് ഓൺ യു എഴുതിയില്ല. ഓ അത് എഴുതി. അത് കഴിഞ്ഞിട്ടാണ് എഴുതിയത് വി ഡോണ്ട് എഗ്രി ഓൺ എനിത്തിങ് ബട്ട് വി ആർ സ്റ്റിൽ ഗുഡ് ഫ്രണ്ട്സ്. അത് Good എഴുതിയില്ലേ. friends. അത് വരെ എഴുതി. ബാക്കി പിന്നെ എന്താ അടുത്തത് പറഞ്ഞത്? വേർബ്സ് വിത്ത് ടു അടുത്തത് ടു. നമ്മളിപ്പോ വേർബ്സ് വിത്ത് ഓൺ എഴുതിയത് അതിന്റെ താഴത്ത് വേർബ്സ് വിത്ത് ടു. Two. ഇതെല്ലാം ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. ഒന്ന് ജസ്റ്റ് ഇപ്പൊ വായിച്ചു നോക്കൂട്ടാ. ഇതെല്ലാം ആവശ്യം നമ്മൾ സെന്റൻസിലും പറയുമ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കെയർ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാ കേട്ടോ. ഇങ്ങനെ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതോ വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ഡു യു ലൈക്ക് ലിസണിങ് ടു. എഴുതിയാ. അടുത്തത് can I introduce can I introduce you. Can I introduce you? ഞാൻ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെന്നല്ലേ. can I introduce you to my grandfather? Can I introduce you to my grandfather? പിന്നെ അടുത്തത് please refer to the notes. Please refer to the notes. Please refer to the notes. At the end. Please refer to the notes at the end for more information.
ഇനി അടുത്ത് നോബഡി റെസ്പോണ്ടഡ്. നോബഡി അടുത്തത് നോബഡി റെസ്പോണ്ടഡ്. റെസ്പോണ്ടഡിന്റെ പാസ്റ്റ് ആണ്. റെസ്പോണ്ട് അതിന്റെ പാസ്റ്റ് ടെൻസ്. റെസ്പോണ്ടഡ്. നോബഡി റെസ്പോണ്ടഡ് ടു മൈ കംപ്ലൈന്റ്. നോബഡി റെസ്പോണ്ടഡ് ടു മൈ കംപ്ലൈന്റ്. ഇനി അടുത്ത ലാസ്റ്റ് ഇതിന്റെ ലാസ്റ്റ് എക്സാമ്പിൾ അടുത്ത്. ഷീ അപ്പോളജൈസ്ഡ്. ഷീ അപ്പോളജൈസ്ഡ് to me. She apologized to me. She apologized to me the next day. അതെ. ഇനി അടുത്തത് വേർബ്സ് വിത്ത് വിത്ത്. ഇനി ഇതും കൂടി ഇല്ല കഴിഞ്ഞതിന്റെ കേട്ടോ. വേർബ്സ് വിത്ത് വിത്ത്. വിത്ത് എന്നില്ല വേർബ്സിന്റെ കൂടെ. വേർബ്സ് വിത്ത് വിത്ത്. An example, I agree with everything. I agree with everything you have said. I agree with everything you have said. I agree with everything you have said. അടുത്തത് my assistant will provide you. My assistant will provide you. My assistant will provide you with more information if you need it. My assistant will provide you with more information if you need it. ഇതിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ, നിങ്ങൾക്ക് വായിച്ചു തന്നെ മനസ്സിലാവും. ലാസ്റ്റ് വൺ, ലാസ്റ്റ് എക്സാമ്പിൾ. We are finding it difficult to. We are finding it difficult to. We are finding it too difficult to. We are finding it difficult to deal with the stress. Deal with the stress. Yeah. Yes, sir. We are finding it difficult to deal with the stress. ഇത് വായിച്ച മനസ്സിലാകുന്നില്ലേ സംഭവം? അപ്പോഴെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാല് പിന്നെ ഇതൊന്ന് നമ്മൾ എന്തെല്ലാം എഴുതിയിട്ടുണ്ട്. ഇന്ന് മിഞ്ഞാന്നത്തെ എഴുതിയില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടാവല്ല. ഏത് മുതല്? 4 മുതല് അല്ലേ? 4 പിന്നെ ഫ്രം പിന്നെ ഇന്ന് ഓഫ് ഓണ് ടു വിത്ത്. ഒന്ന് ജസ്റ്റ് read it 2 or 3 times. Just 2 or 3 times. Just read it. After that, I will give some exercise based on that. Okay? ഒന്ന് വേഗം വായിക്കാം, എന്നിട്ട് പറയും. ചേച്ചി അപ്പോൾ ഞാൻ ഇല്ലെങ്കിൽ എടുത്ത്
ആയാ? പോരെ? റെഡിയില്ലേ? യെസ് സർ. സോ സിമ്പിൾ ആണ്. ഇറ്റ് വിൽ ബി സോ സിമ്പിൾ. ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോട്ട് എക്സസൈസ് പേജില്ലേ അതിൽ എഴുതുക. നോട്ട് ബാക്കിൽ ആ. എഴുതുക. നമ്മൾ ഇത് പറഞ്ഞിട്ട് എഴുതണ്ട കേട്ടോ. നിങ്ങൾ നോക്കി എഴുതിയാൽ മതി. എങ്ങനെ ഓഫ് വിത്ത് അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഒന്നാമത്തെ എക്സാമ്പിൾ അല്ല ക്വസ്റ്റ്യൻ ഇറ്റ് സ്മെൽസ്. ഇറ്റ് സ്മെൽസ്. ഇറ്റ് സ്മെൽസ്. സ്മെൽസ്. ആ. Dash. It smells dash coconut in here. It smells dash coconut in here. ആ. പിന്നെ രണ്ടാമത്തെ tax is based tax ഇല്ലേ? ആ. tax is based dash ആ. how much you earn. How much you earn. EARN. Tax is based dash how much you earn. How much you earn. And then third one. അടുത്ത മൂന്നാമത്തെ we promise to respond. We promise to respond. Dash all emails within 3 days. Within 3 days. Within 3 days. And the next thing, I am doing a law degree. Law LAW ആണ് law. I am doing a law degree, comma specializing dash commercial law. Specializing dash commercial law. Commercial law. ഇതില്ല. ഇനി അടുത്ത our staff will provide you. Our staff will provide you dash audio guides. Our staff will provide you dash audio guides on request. Our staff will provide you dash audio guides on request. എഴുതിയാ? Any sixth one? I think sixth one, right? Yes sir. It took me 2 weeks
It took me 2 weeks. TW ആണ് 2 ആഴ്ച. 2 weeks to recover. It took me 2 weeks to recover dash the flu. ആ. Dash the flu എഴുതില്ല. ഇനി 7th one. Shall I ask dash the bill? Shall I ask dash the bill? Question mark. ആ. Any last one. We succeeded dash rising, RAISING, rising. രണ്ടർത്ഥമുണ്ട്. റൈസ് വേറെ, നമ്മൾ RIC റൈസ്, സൺ റൈസസ്, അത് വേറെ. RISC ഇത് റൈസിങ്. നമ്മൾ കളക്ട് ചെയ്യണം പൈസ എല്ലാം. ഈ സക്സീഡഡ് ഡാഷ് റൈസിങ്, RAISING, റൈസിങ് ദ മണി ഫോർ ദ ലോക്കൽ animal shelter. We succeeded dash raising the money for the local animal shelter. ഓക്കെ, എഴുതിക്കോ. ഈസിയാടാ ഇത്, ഈസി ആയിരിക്കും. അത് ആ സെന്റൻസ് വായിക്കുന്നതിന് പെട്ടെന്ന് കിട്ടും. അല്ലേ, എഴുതിയില്ലേ? ആ, yes sir. കഴിഞ്ഞില്ല? ആ. ശരി, ഈസി അല്ലടാ. ഐ ട്രസ്റ്റ് ചെയ്യാൻ. നിങ്ങൾ അപ്പോഴും നോക്കുന്നൊന്നുമില്ലല്ലോ. പേജ് തിരിച്ചു നോക്കുന്നുണ്ടാ? ഇല്ല, ഒരു ഐഡിയ വെച്ച് എഴുതി. അതെയാ? അല്ല, ഞാൻ ഐ ട്രസ്റ്റ്, ഞാനൊന്നും കാണുന്നില്ലല്ലോ. പക്ഷെ ഞാൻ കാണുന്നില്ലെങ്കിലും എല്ലാം കാണുന്നവൻ ഒരാൾ മുകളിലുണ്ടേ.
അല്ലേ? അങ്ങനെ പറയല്ലേ? ഓക്കെ, എഴുതിയാ പറയട്ടാ? ആ. എല്ലാരും എഴുതിയാ? അവിടെ ബാക്കി 4 ആളില്ലേ? അവരൊന്നും ആരെ? സഫാന മാത്രം. സഫാൻ പിന്നെ ആരാ പറഞ്ഞേ? എഴുതി സർ. ആരോ ഒന്ന് പറഞ്ഞ, ആരെല്ലാം ഇല്ലെന്ന് ഒന്ന് പറയാം. ഫറാഷ എഴുതി. ഫറാശ, ആ, ആ സഫാന, പിന്നെ പിന്നെ മെഹറാജ്. മേറാജ്, പിന്നെ പിന്നെ ആരുമില്ല, പോയി. 4 ആളല്ലേ നിങ്ങൾ പറഞ്ഞ നേരത്താ? അത് പോയി. ആരുണ്ടായിന്? ആദില. അതിലൊന്ന് എപ്പെങ്കിലും എനക്കൊന്ന് ഒരു 1-2 ക്ലാസ്സിലുണ്ടായിരുന്നു, പിന്നെ ഉണ്ടായില്ല. അത് ഇത്ര നേരം ഉണ്ടായിരുന്നു. അതെ, ഇവള് ഉണ്ടായില്ല, ഇന്ന് വന്നില്ല. തസ്കീനൊന്നും വന്നില്ല. സ്കീൻ വന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇനി എല്ലാ ദിവസവും ഉണ്ടാവുന്നെല്ലാം പറഞ്ഞിട്ട്. ഓക്കെ, ശരി. നോക്കണം, പറയാം. ആ. ഇറ്റ് സ്മെൽസ് എന്ന് എഴുതിയേ. ഓഫ് ആണോ? ഓഫ് ഓഫ്. ഇറ്റ് സ്മെൽസ് ഓഫ്. കേട്ടാ, ഓഫ് ആണ്. ഇറ്റ് സ്മെൽസ് ഓഫ് എഴുതിയില്ലേ? ആ. ഇനി അടുത്തത് ടാക്സിസ് ബേസ്ഡ് എന്ന് എഴുതിയേ. ഓൺ. 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 ടാക്സിസ് ബേസ്ഡ് ഓൺ. ഇനി അടുത്ത വി പ്രോമിസ് ടു ഇത് എന്താ? ടു ഓൾ ഇമെയിൽസ്. റെസ്പോണ്ടഡ് ടു. ടു ആണ്, ടു. ഇനി ഐ ആം ഡൂയിങ് എ ലോ ഡിഗ്രി സ്പെഷ്യലൈസിങ് ഇൻ. അല്ലേ? ഇന്നാന്ന് വേണ്ട, ഇന്ന്. ഐ ആം ഡൂയിങ് എ ലോ ഡിഗ്രി സ്പെഷ്യലൈസിങ് ഇൻ കമേഴ്ഷ്യൽ ലോ. ഇൻ കമേഴ്ഷ്യൽ ലോ, കേട്ടോ. ഇനി അടുത്തത് കറക്റ്റ് ചെയ്തോ, തെറ്റാന്ന് കറക്റ്റ് ചെയ്തോ. അവർ സ്റ്റാഫിൽ പ്രൊവൈഡ് യു. നമ്മൾക്ക് കുറച്ചും കൂടി റിക്വസ്റ്റ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഓഡിയോ ഗൈഡ്സ് അടക്കം തരുന്നു പറഞ്ഞു. അപ്പൊ വിത്ത് ഓഡിയോ ഗൈഡ്സ് ഓൺ റിക്വസ്റ്റ്. വിത്താണ്, വിത്ത്. വിത്ത്. ഓക്കെ. ഇനി അടുത്തത് പിന്നെ ഇറ്റ് ടുക്ക് മീ 2 weeks ടു റിക്കവർ ഫ്രം ദ From. ഫ്ലൂ. ഫ്രം ദ ഫ്ലൂ. ഓക്കെ, From. ഗുഡ്. ഫ്രം ദ ഫ്ലൂ. ഇനി അടുത്ത ഷാൾ ഐ ആസ്ക് ഡാഷ് ദ ബിൽ. ഓർ ദ ബിൽ. ഫോർ ദ ബിൽ. ഫോർ ദ ബിൽ. ഓക്കെ, ഫോർ ദ ബിൽ, കറക്റ്റ്. ഓക്കെ. വി സക്സീഡഡ് ഇൻ റൈസിങ് ദ മണി. ഇന്നാണ്, ഇൻ. ഓക്കെ, എല്ലാം ശരിയായിട്ടുണ്ടോ? 8 out of 8 എത്ര കിട്ടി? ഫറാഷ. 7. ഓ, ഫറാഷ 8 of 8. ഫറാഷ 8 out of 8. Then ഇല്ല, who else? 7. തേർഡ് വൺ 7. 7. ഓക്കെ. തേർഡ് വൺ എന്താ ചോദ്യം? റെസ്പോൺസ് 4 എഴുതി പോയി. 4 to all emails. Responded to all emails. Okay. Anyway, not bad. Not bad so far. Okay, good. ഇനി അടുത്തതില്ലടാ. ഇപ്പൊ നമ്മള് പിന്നെ അത് പിന്നെ മിസ് ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട്. ഇപ്പൊ 1 വേർഡിനെ ചോദിച്ചിട്ടുണ്ടതിനാ. 8 വരെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 വരെ പഠിച്ചാൽ നമ്മള് 8 വരെ നമ്മള് അത് നോക്കുവാണെങ്കിൽ 8 എത്ര നിങ്ങൾ ലാസ്റ്റ് ചോദിച്ചത് മിസ്? 70 വരെയല്ലേ ചോദിച്ചത്? 71 to 80 വരെ തന്നെ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് നോക്കാതെ ഒന്ന് റിപ്പീറ്റ് ഇന്ന് നോക്കാം കേട്ടോ. കുറച്ച് സമയം ഇപ്പം ഒരു 8 o'clock സ്റ്റാർട്ട് ചെയ്യാം. 8:15 വരെ ഉണ്ടാവുമല്ലോ. ബാക്കി ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻ, കേട്ടാ. ഇപ്പൊ നോക്കാം. പിന്നെ നമ്മള് സാധാരണ ഇല്ലടാ, നിങ്ങൾക്ക് ഈ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എല്ലാം അറിയാം, കേട്ടിട്ടുണ്ടാ? ഇപ്പൊ എല്ലാം ഞാൻ അടുത്ത ക്ലാസ് എടുത്തുതരാം. അത് ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ? നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ടടാ, ഉപയോഗിക്കുന്ന വെച്ചാൽ നമ്മളിപ്പോ ഈ ഫിലിം ആ ഫിലിം ഡയറക്ട് ചെയ്തത് ജോഷി ആയിരുന്നു എന്നെല്ലാം പറയും. ദാറ്റ് ഫിലിം വാസ് ഡയറക്റ്റഡ് ബൈ ജോഷി. കണ്ടാ, ബൈ ജോഷി. അത് പറയുന്നുണ്ട് നമ്മള്, കേട്ടാ. അത് ഞാൻ എടുത്തുതരാം. അത് പിന്നെ നല്ല അതേപോലെ റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പറയുമ്പോൾ അറിയുന്നില്ല. ഹി ടോൾ മീ എന്നെല്ലാം പറയുന്നില്ലേ? ഹി ടോൾ മീ ദാറ്റ് അങ്ങനെ പറയുന്നില്ലേ? നമ്മൾ പറയില്ലേ ഹി ടോൾ മീ ദാറ്റ്, അങ്ങനെ പറഞ്ഞു. അപ്പൊ അത് റിപ്പോർട്ട് സ്പീച്ചിൽ വരുന്നത്. ഒരാൾ പറഞ്ഞ കാര്യം വേറൊരാൾ പറയും. ഞാൻ ഡയറക്റ്റ് പറയുന്നത് ഡയറക്റ്റ് സ്പീച്ച്. അത് മൂന്നാമതൊരാളോട് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വേറൊരാൾ പറയുമ്പോൾ എന്താ? അതാണ് ഇൻഡയറക്റ്റ്, അല്ല അതാണ് റിപ്പോർട്ട് സ്പീച്ച്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഓരോ ക്ലാസ് എടുക്കുമ്പോൾ കുറച്ച് പഠിച്ചോ, കേട്ടോ. അപ്പോ ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് എന്താണെന്നുള്ള സംഭവങ്ങൾ. ഇനിയിപ്പോ ഒരു ഹോസ്പിറ്റൽ വിസിറ്റിലും പോവാം. ഇപ്പൊ അടുത്തിലേതും ഹോസ്പിറ്റലിലും പോയിട്ട് ജസ്റ്റ് എന്നിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, അടുത്തുള്ള ഹോസ്പിറ്റലിലും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം. അന്നേരം അവർ പ്രശ്നമൊന്നുമില്ല, ഒരാളുടെ പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ നമ്മളിത് പഠിക്കുന്നതാണ്, ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റൽ വിസിറ്റിന് റിക്വസ്റ്റ് കൊടുത്താൽ വിടും. കുറച്ച് അത്യാവശ്യം കാര്യങ്ങൾ അറിയുന്നേ.
ചെറിയതല്ല, കുറച്ച് നമ്മൾ ഇപ്പൊ കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ. ആ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ എങ്ങനെ നടക്കുന്നവരുണ്ടോ, എങ്ങനെയാ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എങ്ങനെ നടക്കുന്നവരുണ്ട്. അല്ലാണ്ട് തിയറി മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. ജസ്റ്റ് ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് പോവാ. പോകുന്നുണ്ടാവില്ല, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ, കുട്ടികളും പോകുന്നുണ്ടാവില്ലേ. ഓ അപ്പൊ ഏകദേശം എന്താണ് റിസപ്ഷനിസ്റ്റിന് അവരെ ഡ്യൂട്ടി എന്താണ് എന്തെല്ലാം മനസ്സിലായിട്ടുണ്ടാവില്ലേ അല്ലെ. റിസപ്ഷൻ ചെയ്യുന്ന കാര്യങ്ങള്, പിന്നെ അതുപോലെ പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഹോസ്പിറ്റലാണെങ്കിൽ അവരിപ്പോ HR ഉണ്ടാവും. ഈ HR ഡ്യൂട്ടി ആണ് ശരിക്കും HR മാനേജറിന്റെ ഡ്യൂട്ടി എന്നാണ് ശരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ HR എന്തിനാണ് ആവശ്യം? റിക്രൂട്ട് ചെയ്യോ? HR ആണ് നമ്മൾ ഈ ഹയർ ചെയ്യുന്നതും, അതേപോലെ നമ്മള് റിക്രൂട്ട്മെന്റ്. workers എന്താ പറയാ, അവരെ ലീവ് സാങ്ഷൻ ചെയ്യുന്നതും അവരെ ഇതാക്കുന്ന ടർമിനേറ്റ് HR ഡിസിഷൻ ചെയ്യേണ്ട എല്ലാം ഡിസൈഡ് ചെയ്യുക. അഡ്മിനിസ്ട്രേറ്റർ വേറെ, പക്ഷെ ഈ HR ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കും. ഇങ്ങനെ നിങ്ങൾക്ക് സാലറി ഇൻക്രിമെന്റ് കാര്യമോ, അല്ലെങ്കിൽ നിങ്ങളെ പിന്നെ ഡിസ്മിസ് ചെയ്യണോ, നിങ്ങളെ പെർഫോമൻസ് നോക്കി ചെയ്യുന്ന എല്ലാ HR നിങ്ങളോട് ഇന്റർവ്യൂ നടത്തുന്ന എല്ലാവരും ഹയർ ചെയ്യുന്ന എല്ലാ HR അല്ലേ ഓക്കെ. അടുത്തത് നോക്കേ. പിന്നെ നമ്മൾ സാധാരണ ഒരു നോക്കടാ, ഇപ്പൊ നിങ്ങൾ ഒരാൾ പറയുന്നത് എവരിബഡി വാണ്ട്സ് എ ഗുഡ് ലൈഫ് ബട്ട് നോട്ട് എവരിബഡി ഗെറ്റ്സ് ദ ഗുഡ് ലൈഫ്. നിങ്ങൾക്ക് വേണ്ടിട്ട് പറഞ്ഞു ഞാൻ, എവരിബഡി വാണ്ട്സ് ദ ഗുഡ് ലൈഫ് ബട്ട് നോട്ട് എവരിബഡി ഗെറ്റ്സ് ദ ഗുഡ് ലൈഫ്. ഈ എവരിബഡി, എവറിത്തിങ്, എവരി വൺ എന്നുള്ള സിംഗുലർ ആയിട്ട് കൂട്ടോട്ടാ. അതുകൊണ്ടാണ് ഈസ് എന്നല്ല, എവരിബഡി ഈസ് എന്ന് പറയാം. മനസ്സിലാ? എവരിബഡി ആറല്ല, എവരിബഡി എന്ന് പറയില്ല, എവരിബഡി ഈസ് എന്ന് പറയാ, എവറിത്തിങ് ഈസ് എന്ന് പറയാ കേട്ടാ. അപ്പൊ ശ്രദ്ധിക്കണേ, നമ്മൾ ഒരിക്കലും എവരിബഡി എന്നെല്ലാം പറയുമ്പോൾ പ്ലൂറലായി, പക്ഷെ അല്ല, എവരിബഡി ഈസ്, എവറിത്തിങ് ഈസ് എന്ന് പറയാം. ഇപ്പൊ നോക്കേ, എവരിബഡി വാണ്ട്സ് ദ WANTS, അത് സിംഗുലർ ആയതുകൊണ്ടാണ് വാണ്ട്സ് എന്ന് പറയുന്നത്. എവരിബഡി വാണ്ട്സ് ദ ഗുഡ് ലൈഫ് ബട്ട് നോട്ട് എവരിബഡി ഗെറ്റ്സ് ദ ഗുഡ് ലൈഫ്. അതിന്റെ അർത്ഥം എന്താ? ആർക്കും നല്ല ജീവിതം വേണം, പക്ഷെ എല്ലാവർക്കും നല്ലത് കിട്ടുന്നില്ല. എല്ലാവരും നമ്മളിപ്പോ എല്ലാവർക്കും നല്ല ജീവിതം വേണം, പക്ഷെ എല്ലാവർക്കും കിട്ടുന്നില്ല. ഇല്ല. അതേപോലെ പിന്നെ വേറൊന്ന് അതേപോലെ തന്നെ നമ്മൾ പറയും, പിന്നെ എവരിബഡി വാണ്ട്സ് സംതിങ് ബട്ട് നോട്ട് എവരിബഡി ഗെറ്റ്സ് വാട്ട് ദേ വാണ്ട്. എല്ലാവർക്കും ഒരാൾക്കും എന്തെങ്കിലും കാര്യങ്ങൾ വേണം, പക്ഷെ നമ്മൾക്ക് വിചാരിച്ച കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? ഇല്ല. ഓക്കെ എന്ന് പറഞ്ഞു. മോക്ക് കിട്ടുന്നുണ്ടോ? അല്ല, ആരാന്ന്? ഹലോ, യുവർ ബേബി ഗെറ്റ്സ് ദാറ്റ്. ഓള് പറഞ്ഞ ഇപ്പൊ എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഐ ഗോട്ട് ഇറ്റ്, ഐ ഗെറ്റ്സ് ദാറ്റ്, ഐ ഗെറ്റ് ദാറ്റ് എന്ന് പറഞ്ഞില്ല ഇപ്പൊ. ആയാ? ഓക്കെ. പിന്നെ എടാ ഏത് മുതലാ വേണ്ടേ? 80 മുതലാ? 71 to 80. 71, 80. ഞാൻ നോക്കാം. നമ്മളത് കഴിഞ്ഞൊന്നുമല്ല, ഒന്നുകൂടി പറഞ്ഞുതരാം. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കലടാ, പ്രാക്ടീസ് ചെയ്യലണ്ടാ. ഞങ്ങൾ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കും ചുമ്മാ. ഇടയ്ക്ക് പക്ഷെ അന്ന് രണ്ടാള് മാത്രമല്ല ഇംഗ്ലീഷ് ഗ്രൂപ്പിൽ ഇട്ടില്ലു. ബാക്കിയുള്ളവരോ കുറെ ഭയങ്കര ഭയങ്കര എന്തല്ലോ ആ ഗ്രൂപ്പില് ആകെ രണ്ടാള് മാത്രമല്ല ഇംഗ്ലീഷ് സംസാരിച്ചില്ലു. അത്ര ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല സാർ. എടാ അത് സാറിന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ അറിയുന്ന പറഞ്ഞോ, നോ പ്രോബ്ലം. Nobody will insult you. You try your level best. Nobody will insult you. Sometimes I will insult you. Yes, sir. I will try. Okay. അതിൽ പറഞ്ഞു കേട്ടോ, നോ പ്രോബ്ലം. എടാ ഏത് മുതൽ സ്റ്റാർട്ട് ചെയ്യണ്ടേ? 970 I think, right? 71. You just okay. Answer it. You know that answer, right? If you give options. We have already discussed about this one. We have already discussed about this, right? Yes. ഒന്ന് നോക്കാം നമുക്ക്. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. നമുക്ക് പെട്ടെന്ന് നോക്കാം. ലൈഫ് ഓഫ് ദി ഐറ്റം സ്റ്റെറിലൈസ്ഡ് ബൈ സ്റ്റീം ഓട്ടോക്ലേവ് ഈസ് 1 week. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ വീട്ടിൽ? ഇല്ലേ, എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അത് മിസ് അയച്ചിരുന്നില്ലേ? അയച്ചിട്ടുണ്ട്.
Okay. ഇനി ഇതുകൂടാതെ in addition to this, you have another 6 subjects. Okay. അത് ഈ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടാണ്ട് ഈ സബ്ജക്ട് യു ഹാവ് അറൌണ്ട് 41 ക്വസ്റ്റ്യൻസ്. ഐ മീൻ the hospital and inpatient outpatient inpatient അല്ല പ്ലാനിങ് ഇല്ലടാ inpatient outpatient നഴ്സിംഗ് സർവീസ് ഒരു സബ്ജക്ട് ഇങ്ങനെയാണ്. ഇതെങ്ങനെയാണല്ലേ നോക്ക്, ഇതിപ്പോ നമ്മള് ഏകദേശം 135 ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. നമ്മളിപ്പോ പറയുന്ന മിസ് ഓൾറെഡി അയച്ചെന്നില്ലേ അതില്. അത് in addition to that you have another one subject is the hospital and another one inpatient outpatient nursing services, then administrative service, another one management, പിന്നെന്നില്ലേ 2 കൂടി ഉണ്ട് മാനേജ്മെന്റ്. പിന്നെന്നില്ലേ the hospital, അതുപോലെ ക്ലിനിക്കൽ ആൻഡ് സപ്പോർട്ടീവ് സർവീസ്, ക്ലിനിക്കൽ സപ്പോർട്ടീവ് സർവീസ്. ഇനി വൺ മോർ ഒന്നുകൂടി ഉണ്ടോ, ഫങ്ഷണൽ ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ. ഫങ്ഷണൽ ഹോസ്പിറ്റൽ. അപ്പൊ ഓരോന്നിന് each one it has 40 questions, around 40 or 41 questions. So you have to study all those. അപ്പൊ ഇതിൽ അത് ഇൻക്ലൂഡഡ് അല്ല. ഇതിൽ ചില ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആയിരിക്കും, പക്ഷെ അത് കൂടാണ്ട് അതിലും ഉണ്ടാവും. അത് സെപ്പറേറ്റ്, ഇതിലില്ലാത്തത് അതിലും ഉണ്ടാവും കേട്ടാ. ഓക്കെ, അത് അടുത്ത ക്ലാസ് ഇത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കുക. അത് പെട്ടെന്ന് തീരോടെ ഓരോന്ന് 41 അല്ലേ, ഒരു ദിവസം നമുക്ക് ഒരു 10 വെച്ച് പഠിച്ചാൽ തന്നെ കിട്ടും. ഓക്കെ, ഇത് നോക്കട്ടെ. പിന്നെ നോക്ക്, ലൈഫ് ഓഫ് ദി ഐറ്റം സ്റ്റെറിലൈസ്ഡ് ബൈ സ്റ്റീം ഓട്ടോക്ലേവ് ഈസ് ഡാഷ് 1 week. 1 week. Okay. What is the main function of WBC in human blood? WBC you know that, right? WBC, white blood cells. Okay. What is the main function of WBC in human blood? To fight against diseases and infection. Okay, that's correct. And dash is a facility within a hospital where surgical operations are carried out in an aseptic environment. Operating theater. An extension over your existing health hospitalization policies. ഹെൽത്ത് ടോപ്പ് Top up cover. What is the term used to describe low RBC count? RBC means red blood cells. Anemia. Okay. The items sterilized by ETO sterilizers can be used up to 6 months. 6 months. Who is at high risk for nosocomial infection? Patient compromised immune system. What do you mean by nosocomial infection? What do you mean by nosocomial infection? What do you mean by nosocomial infection? What do you mean? കമ്മ്യൂണിക്കേഷൻ ത്രൂ വരുന്നതാണോ? Allada, hospital acquired infection. You forgot that, Ada high nile hospital acquired infection. High nontle. Allada high alla. E high alla. HAI. Hospital acquired infection. Okay. High അല്ല നമ്മൾ വിചാരിക്കും ഹായ് എന്നൊരു ചോദ്യം ഉണ്ട്. കണ്ടില്ലേ, ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ഹായ് എവിടെ ഉണ്ടായിരുന്നു, എവിടെ ക്വസ്റ്റ്യൻ. അടുത്ത, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇംപ്രൂവ്ഡ് സാനിറ്റേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ practices in preventing nosocomial infection? Can reduce the spread of nosocomial infection. Reducing the spread of nosocomial infection. Reducing the spread of nosocomial infection. Which type of marker is used to write the IPD number on the MLC or death patient's file? Red. MLC enna sambhavam? I told you. MLC file enna? MLC file. MLC എന്ന് പറഞ്ഞാൽ MLC. MLC. Hello. Medico-legal MLC case. file. Medico-legal case. Okay, medico-legal case. What are the common sources of nosocomial infection? The hand of the health workers, self-infection,
ആ um, കണ്ടാമിനേറ്റഡ് മെഡിക്കൽ medical പ്രാക്ടീസസ് practitioners, നോക്കുക. കണ്ടാമിനേറ്റഡ് മെഡിക്കൽ പ്രാക്ടീസസ്, ദി ഹാൻഡ്സ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് സെൽഫ് ഇൻഫെക്ഷൻ. അപ്പൊ 80 8. ഇനി അടുത്ത് നോക്കിയാൽ വിച്ച് ടൈപ്പ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ആർ മെയിൻറ്റെയിൻ ടിൽ ദ ഹോസ്പിറ്റൽ ഈസ് വർക്കിംഗ് ഓർ പെർമനന്റ്ലി? mentally retarded patient, Mentally retarded files. Any. The hospital medical record is the property of ആരതാണ്? Hospital. hospital, Any. Outpatient records linked with inpatient records are to be preserved for how many years? 10 years, 10 years. Okay. Okay. Which type of marker is used to write the IPD number on both sides of the general files? black, Black. MLC ഡെത്ത് ഫയൽസിലും വരുന്നത് റെഡ്, ഇതില് ബ്ലാക്ക് ജനറൽ ഫയൽസ്. How long to maintain the medical records of adult patients? Adult patients in medical records എത്ര വരെ keep you? 3 years. 3 years. Any. First medical record department was established in the year 1667. 1667. Okay. The minimal time to determine a nosocomial infection is എത്ര ടൈമാണ് ഒരു നോസോക്കൽ ഇൻഫെക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്? 48 hours, 48 hours. Okay, good. What is a single use plan? What is a single use plan? to achieve the specific Allora, they are the plans aimed at achieving specific goals. Okay. Any. Which type of medical records is maintained permanently? mentally retarded, Same thing. Mentally retarded files. Mentally retarded files. Any. Budget is an example of which of the following plan? ഇതെടുത്തില്ലല്ലോ. single use plan, Budget is single use plan. Any. What are functional managers responsible for? Functional managers, they are only responsible for a single area of activity. By the way, one of the following is not a common nosocomial infection. നമ്മൾ കുറേ കൊടുത്തിട്ടുണ്ട്. UTI എന്നാ urinary tract infection, അല്ലെങ്കിൽ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്നല്ലേ? UTI ഇതേപോലെ ഉണ്ട്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. urinary tract infection, ഓക്കെ, യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ. അപ്പൊ ഏതാണോ ഇല്ല അല്ലാത്ത? SSI ഉണ്ട്, ന്യൂമോണിയ ഉണ്ട്, TB ഉണ്ട്. TBന്റെ ഫുൾ ഫോം tuberculosis, tuberculosis. DASH system is a computer system that helps manages the information related to healthcare. DASH system is a computer system that helps manages the information related to hospital management system. ആ സോഫ്റ്റ്വെയർ ആണ് നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു AI ഉണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്കൊരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന്റെ സമയത്ത് പറഞ്ഞില്ല ഒരു AI സോഫ്റ്റ്വെയർ കൂടി ഉണ്ടെന്ന് പറഞ്ഞ സംഭവം. അതാണ് ഇത് HMS. പഠിക്കാനുണ്ടാവും. അത് എന്നാണ് അവർ പറഞ്ഞത്, നിങ്ങൾ യു ഹാവ് ടു ആസ്ക് യുവർ കോർഡിനേറ്ററെ. ആരാണ്? മാനേജർ. മറ്റേ ഇവരോട് ചോദിക്കും, മാമിനോട് കേട്ടോ. മറ്റെന്ന പേര് ഞാൻ ചോദിച്ചില്ല, സാറെ പഠിപ്പിക്കാന്ന് പറഞ്ഞത്. ഏത്? ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ സാറ് പഠിപ്പിക്കുന്ന പറഞ്ഞ മാം. അതെയാ? ആ, എനിക്ക് സ്റ്റിൽ നൗ ഐ ഡിഡ്ന്റ് ഗെറ്റ് എനി ഇൻഫർമേഷൻ ഫ്രം ദം. ഓക്കെ, ഐ വിൽ ലെറ്റ് യു നോ. എന്നാന്ന് അവർ പറഞ്ഞ പ്രകാരം ചെയ്യാം. അതെന്നാ പറയാ ഒരു ഇതാണ്. നിങ്ങളെങ്ങനെ പഠിപ്പിക്കാൻ തന്നെ എങ്ങനെ ചെയ്യും അത്? ഇതെന്താ പറയാ നിങ്ങൾക്ക് സിസ്റ്റത്തിൽ ചെയ്യുന്നതാണ്. അപ്പം ഞാനിതിപ്പോ ക്ലാസ് സിസ്റ്റം ഉണ്ടാവില്ലേ? മൊബൈലും ചെയ്യാൻ പറ്റും. മൊബൈലും ചെയ്യാം. സിസ്റ്റം വേണമെന്നൊന്നുമില്ല. അതിന്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെയല്ലടാ, നിങ്ങൾക്ക് സാധാരണ അതിന്റെ ആപ്പ് ഡൗൺലോഡ് ഒരു OVU ആപ്പ് എന്ന് പറഞ്ഞാൽ OWO ആപ്പ് ഹലോ അതില് നിങ്ങൾ അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോ സാർ എന്ന് പറയുന്ന നോക്കട്ടെ, നിങ്ങൾ ഇവരെന്നാ പറഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യാം. അപ്പൊ അത് രജിസ്റ്റർ ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു ഈ പിന്നെ ഐഡിയും യൂസർ നെയിമും അതിന്റെ പാസ്വേഡും തരും, അവർ അയച്ചു തരും. അപ്പൊ അതിൽ ഞാൻ ആദ്യം എടുക്കുന്നതിനെ ഞാൻ ആദ്യം ക്ലാസ് കാണിച്ചു തരും, പറഞ്ഞു തരും. എന്നിട്ട് അതിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അതിലെങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ് എടുക്കും, അങ്ങനത്തെ കാര്യങ്ങൾ സിസ്റ്റം ചെയ്യുന്നത് കാണിച്ചു തരികയാണ്. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അവരൊരു 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അയച്ചു തരും. ഞാൻ അയച്ചു തരും നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻസ്. ആ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്നിട്ട് അതിന്റെ എക്സാം ഓൺലൈൻ തന്നെ എന്തായാലും തന്നെ ഉണ്ടാവും. ഇത് പഠിച്ചുതരാം, സോഫ്റ്റ്വെയർ പഠിച്ചാൽ നിങ്ങൾ റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സാം നോക്കും. ഒരു 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അയച്ചു തരും. അതിൽ നിന്നൊരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതിൽ 5 എണ്ണം കിട്ടിയാൽ നിങ്ങൾ പാസ്സായി. എന്നിട്ട് അത് തന്നെ ഡിജിറ്റൽ പ്രിന്റിംഗ് ആയിട്ട് നിങ്ങൾക്ക്
ഒരു വിതിൻ ടു ഡേയ്സ് അല്ലെങ്കിൽ വിതിൻ 2 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് എ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്. അത് മതി. ഇതിന്റെ HMS എന്ന് പറഞ്ഞിട്ട് അത് WHO ഇത് കണ്ടില്ലേ നിങ്ങൾ? മറ്റേ ഇതിൽ ഞാൻ ക്ലാസ് ഉണ്ട് കണ്ടിട്ടുണ്ടല്ലോ. മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. ഓ ഈ ഈ ടൈമിൽ link- ക്ലാസ് ഉണ്ട് ലിങ്കില് അല്ലെങ്കിൽ ക്ലാസ് ഉണ്ടാ? ക്ലാസ് ഉണ്ട് പറഞ്ഞു മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഓ ആ വേറെ ക്ലാസ്സിന് ഇതിൽ. എന്നാ നെക്സ്റ്റ് ക്ലാസ് ഞാൻ പറയാം. ഓക്കെ. ഇത് ഇത്ര ശരി. 80 വരെ പഠിച്ചില്ലേ? നിനക്ക് 80 വരെ പഠിച്ചില്ലേ? ആ. ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഇംഗ്ലീഷിനെ ഗ്രൂപ്പിൽ അയച്ചാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തിന്റെ ഞാൻ പറഞ്ഞു HMS എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ആ. ഓക്കെ. ബട്ട് ഓൺലി ഇൻ ഇംഗ്ലീഷ്. ഓക്കെ സർ. ഓക്കെ ബൈ. ഓക്കെ സർ.